മഴക്കാലമായി എല്ലായിടത്തും തുമ്മല്, ചീറ്റല്, പനി, കഫക്കെട്ട് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. നമ്മുടെ മക്കള് സ്കൂളിൽ നിന്ന് പോയിട്ട് സ്കൂളിലെ മക്കൾക്ക് എല്ലാം പനിയാണ്. ഇപ്പൊ സ്കൂളിൽ നിന്ന് പോയിട്ട് പനിയായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. നമുക്ക് എല്ലാവർക്കും പനി പിടിക്കും. ഇവിടെ എല്ലാവർക്കും പനി വന്നു, ഞാൻ മാത്രമേ ഒഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ബാക്കി എല്ലാവർക്കും പനി വന്ന് വലിയ കാര്യമായിട്ട് ബാധിച്ചില്ല, അതങ്ങ് മാറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പനിയൊക്കെ വരുമ്പം ഇവർക്ക് ഇവിടെ വീട്ടിൽ കൊടുക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ ഫസ്റ്റില് നമുക്ക് പനി വരുമ്പോഴേ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് ഈ ആന്റിബയോട്ടിക്കുകളാണ് തരുന്നത്. ആന്റിബയോട്ടിക്കുകൾ നമ്മളെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന സംഭവമായിട്ട് ഈ ആന്റിബയോട്ടിക്. പിന്നെ കഠിനമായിട്ടങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ആന്റിബയോട്ടിക് ഇല്ലാതെ പറ്റുകയില്ല. പക്ഷെ ഇതൊക്കെ ഒന്ന് ശീലമാക്കുവാണെങ്കിൽ നമുക്ക് വലുതായിട്ട് നമ്മളെ കഫക്കെട്ടും ചുമയും പനിയൊക്കെ ബാധിക്കാതിരിക്കും. ഒരു ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആട്ടോ ഈ മഴക്കാലത്ത് നമ്മൾ വീട്ടില് ഇടയ്ക്കിടയ്ക്കേ വെച്ച് കുടിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. എല്ലാവരും ഇത് ചെയ്യുന്നതായിരിക്കും, പക്ഷെ ഞാൻ ചെയ്യുന്ന രീതിക്ക് ഒന്ന് കാണിച്ചു തരാം. ഞങ്ങൾക്കിത് ഫലപ്രദമായിട്ട് പറ്റാറുണ്ട്. എന്ന് വെച്ചാൽ വലിയ പനിയൊക്കെ വന്നു കഴിയുമ്പോൾ ഇത് ഒരു ഇടയ്ക്കിടയ്ക്കേ കുറച്ച് കുടിക്കുവാണെങ്കിൽ നല്ല മാറ്റം വരാറുണ്ട്. പിന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകാറില്ല. കഫക്കെട്ടാണെങ്കിലും ചെറിയ ശ്വാസം മുട്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആണെങ്കിലും മാറി കിട്ടാറുണ്ട്. അപ്പൊ അതെന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ 2 കപ്പ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു പകുതി കഷ്ണം ഇഞ്ചി തൊലിയൊക്കെ ചേർത്ത് നല്ല കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 വെളുത്തുള്ളിയും തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല കഴുകി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെള്ളത്തിലേക്ക് അത് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് മുഴുവൻ മല്ലിയാണ്. നല്ല കഴുകി വാരി ഉണങ്ങിയെടുത്ത് മുഴുവൻ മല്ലി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നല്ല ജീരകം 1 സ്പൂണ്, അതും അതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പനിക്കൂർക്കയില, ഇതെല്ലാവരുടെയും വീട്ടിൽ കാണും. നമ്മൾ മക്കൾക്കൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് നീരെടുത്ത് കൊടുക്കുന്ന പനി സമയത്തൊക്കെ വളരെ നല്ലതാണ്, ചുമയ്ക്കും കഫക്കെട്ടിനും ഒക്കെ. അപ്പോൾ അതൊരു 10 ചെറിയ ഇലയാട്ടോ, 10 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പിച്ചി കീറി അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം നമ്മുടെ തുളസിയില, ചുമന്ന തുളസിയിലയില്ലേ, വെള്ളയല്ല ചുമന്നത്, അത് നന്നായിട്ട് കഴുകി എടുത്തിട്ട് അതും അതുപോലെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്, കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്ത്. പിന്നെ കരിപ്പെട്ടി ആട്ടോ വേണ്ടത്. നല്ല മറയൂർ ശർക്കരയാണെങ്കിൽ മറയൂർ ശർക്കര മതി. ഈ കരിപ്പെട്ടിയാണെങ്കിൽ നമ്മൾ അതിലധികം അഴുക്കൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ മധുരത്തിനുള്ള കരിപ്പെട്ടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ സത്തൊക്കെ ഒന്ന് ഇറക്കിയെടുക്കണം. നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളത് ഒരു ചെറുനാരങ്ങയുടെ നീര്, ഒരു വലിയ സ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് ചെറുനാരങ്ങ നീരുണ്ടല്ലോ. അപ്പം ഒരു വലിയ സ്പൂണ് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കുക. നമുക്ക് ഞാനിവിടെ ചെയ്യുന്നത് ഇങ്ങനെ ഈ ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കും കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ മഴ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേശ്ശെ ഞങ്ങൾ എല്ലാവരും എടുത്ത് കുടിക്കും. അച്ചക്കൂട്ടനാണേലും കുറേശ്ശെ കൊടുക്കും. അപ്പൊ ഒരു ചെറിയ പനിയൊക്കെ വന്നാലും നമ്മുടെ ഹെൽത്തിനെ നമുക്ക് സംരക്ഷിച്ച് നിർത്താൻ പറ്റും കേട്ടോ. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ബെസ്റ്റ് ആണ് ഇത്. ഇതിൻ്റെ അകത്ത് പിന്നെ ഇഞ്ചി ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്, വെളുത്തുള്ളി ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റർ ആണ്. പിന്നെ പനിയൊക്കെ പോകാൻ വളരെ നല്ലതാണ് നമ്മുടെ പനിക്കൂർക്കയില, അതുപോലെ ജീരകം, മല്ലി, പിന്നെ തുളസിയില കഫക്കെട്ടിനും ചുമയ്ക്കും കുഞ്ഞുമക്കൾക്കൊക്കെ നമ്മൾ ഇടിച്ചു പിഴിഞ്ഞൊക്കെ നീര് കൊടുക്കാറുണ്ട് നമ്മുടെ തുളസിയിലയുടെയൊക്കെ. അപ്പൊ ബെസ്റ്റ് ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇപ്പം മഴക്കാലമാണ്, എല്ലായിടത്തും പനിയാണ്. നമ്മൾ ഓടിപ്പടച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി പിന്നെ ആന്റിബയോട്ടിക്കുകൾ കഴിക്കുന്നതിന് പകരം നേരത്തെ തന്നെ നമ്മളൊരു മുൻകരുതലുകൾ എടുക്കുക. വീട്ടില് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഒരു പരിധി വരെയൊക്കെ വലുതായിട്ട് വരുന്നത് ചെറുതായിട്ട് മാറും കേട്ടോ. അപ്പൊ എന്താ പറയാ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഞാനൊരു ചെറിയ ക്ലാസ്സിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയൊരു മധുരവും ചെറിയൊരു പുളിപ്പും പിന്നെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചൊവയും കുരുമുളകിന്റെ ഒരു കുത്തലും ചുമയൊക്കെ ഉണ്ട്, വേഗം അതിന് മാറ്റം കിട്ടും കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.